ഇന്നലെ യഥാർത്ഥത്തിൽ നിങ്ങൾ നമ്മുടെ പ്രത്യേക ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിൻ്റെ സംപ്രേഷണം കണ്ടു കാണും. അപ്പോഴൊക്കെ യൂട്യൂബിലൊക്കെ ഒരുപാട് പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട്, എസ് ജി എവിടെ, സുരേഷ് ഗോപി എവിടെ, അദ്ദേഹത്തിന് സത്യപ്രതിജ്ഞ കണ്ടില്ലല്ലോ എന്ന് അല്പം താമസിച്ചപ്പോഴൊക്കെ ആളുകൾ ചോദിക്കുന്നു. മലയാളികൾ അത്ര ആവേശത്തോടെയാണ് ഈ കേന്ദ്രമന്ത്രി സ്ഥാനം അദ്ദേഹത്തിന് കിട്ടിയതിൽ ഉള്ള അവരുടെ വിശ്വാസവും പ്രതീക്ഷയും. എന്നാൽ ഈ മന്ത്രിസ്ഥാനം താൻ ഒഴിയാൻ ആലോചിക്കുന്നു, താമസിയാതെ തന്നെ ഒഴിവാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി സുരേഷ് ഗോപി തന്നെ 24 പറഞ്ഞു. കേന്ദ്രമന്ത്രി സ്ഥാനം വേണ്ട എന്നാണ് താൻ പറഞ്ഞത്. തനിക്ക് സിനിമ ചെയ്തേ പറ്റൂ. എം പി എന്ന നിലയിൽ തൃശ്ശൂരിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുമെന്നും സുരേഷ് ഗോപി പറയുന്നു. അല്ല, അറിയത്തില്ല, വകുപ്പ് ഏതാണെന്ന് അറിയത്തില്ല. അതെല്ലാം അറിഞ്ഞതിന് ശേഷമല്ലേ നമുക്ക് എങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലാണ് ഇടപെടാൻ പറ്റുന്നത് എന്നൊക്കെ അറിയണ്ടേ. എയിംസ് കൊണ്ടുപോകണം, അതൊരു എം പി എന്ന നിലയ്ക്ക് തന്നെ പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഉദ്ദേശം. ഇല്ല, ഒന്നും ആവശ്യപ്പെട്ടതല്ല. എനിക്കിത് വേണ്ടാന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞിരുന്നത്. എനിക്ക് തോന്നുന്നു എന്നെ റിലീവ് ചെയ്യും, താമസിയാതെ റിലീവ് ചെയ്യും. തൃശ്ശൂർക്ക് പ്രശ്നമില്ലേ? ഒരു പ്രശ്നമില്ല, അവർക്ക് നന്നായിട്ട് അറിയാം. തൃശ്ശൂർക്കാർക്ക് ഒരു എം പി എന്ന നിലയ്ക്ക് നല്ല മികച്ച പ്രകടനം കാഴ്ചവെക്കും. എനിക്ക് സിനിമ ചെയ്തേ മതിയാവും. അദ്ദേഹം ഒരു 3-4 ചിത്രങ്ങൾ ഇപ്പോൾ കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല അദ്ദേഹം മറ്റൊരു മാർഗത്തിലൂടെ പണമുണ്ടാക്കാൻ താല്പര്യമുള്ള ആളല്ല. അതുകൊണ്ട് തന്നെ ജോലി ചെയ്ത് അധ്വാനിച്ച് സിനിമ അഭിനയിച്ച് പണമുണ്ടാക്കണം, മകളുടെ പഠിത്തമുണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിതിൻ അംബുജൻ അദ്ദേഹവുമായി സംസാരിച്ചിരുന്നു. ഡൽഹിയിൽ നിന്നും നിതിൻ തത്സമയം ചേരുന്നു. ഗുഡ് മോർണിംഗ് നിതിൻ. അപ്പോൾ ആൾക്കാരെ നിരാശരാക്കാൻ സാധ്യതയുണ്ടോ സുരേഷ് ഗോപി? വെരി ഗുഡ് മോർണിംഗ്. സുരേഷ് ഗോപിയുടെ പ്രതികരണത്തിൽ നിന്നും ഏതാണ്ട് മനസ്സിലാക്കുന്നത് അങ്ങനെ തന്നെയാണ്. കാരണം വലിയ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് കേരളത്തിലെ ആളുകളെല്ലാം തന്നെ ഇരുന്നത്. കേരളത്തിൽ ആദ്യമായി BJP ഒരു അക്കൗണ്ട് തുറക്കുന്നു, അതുവഴി കേന്ദ്രമന്ത്രി സ്ഥാനം ഏതാണ്ട് ഉറപ്പിച്ചതായിരുന്നു. തെരഞ്ഞെടുപ്പിന് മുൻപ്, അതായത് പ്രചരണഘട്ടത്തിൽ തന്നെ തൃശ്ശൂരിൽ ഒരു കേന്ദ്രമന്ത്രി എന്ന നിലയിൽ തന്നെയാണ് BJP കേന്ദ്രങ്ങൾ ഒരു പ്രചരണം നടത്തിയത്. അതിനുശേഷം ഒരു ക്യാബിനറ്റ് റാങ്ക് തന്നെയാണ് മലയാളികളെല്ലാം പ്രതീക്ഷിച്ചത്. പക്ഷേ ക്യാബിനറ്റും ലഭിച്ചില്ല, സ്വതന്ത്ര മന്ത്രിസ്ഥാനമല്ല, സഹമന്ത്രി സ്ഥാനമാണ് ലഭിച്ചത്. സിനിമാ തിരക്കുകൾ കാരണമാണ് സഹമന്ത്രി സ്ഥാനം ലഭിച്ചതൊരു നിലയിലായിരുന്നു പിന്നീടെല്ലാം തന്നെ ചില റിപ്പോർട്ടുകൾ പുറത്തുവന്നത്. ഇന്നലെ ഒരു സിനിമാ കഥയെ സമാനമായ നിലയിലുള്ള സസ്പെൻസും ട്വിസ്റ്റ് ആയിരുന്നു രാവിലെ തന്നെ തിരുവനന്തപുരത്തെല്ലാം തന്നെ അരങ്ങേറിയത്. കാരണം രാവിലെ സുരേഷ് ഗോപി ഡൽഹിയിലേക്ക് വരുമെന്ന് ആദ്യം അറിയിച്ചു. പക്ഷേ പിന്നീട് 12 തന്നെയാണ് അദ്ദേഹം ഡൽഹിയിലെത്തിയത്. പ്രധാനമന്ത്രിയുടെ ചായ സൽക്കാരത്തിൽ പങ്കെടുത്തില്ല. അങ്ങനെ ഒരു സിനിമാ കഥയെ പോലത്തുള്ള ട്വിസ്റ്റുകളോടുകൂടിയാണ് അദ്ദേഹം ഡൽഹിയിലെത്തിയതും സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുത്തതും. പിന്നീട് അതിനുശേഷം നടത്തിയ പ്രസ്താവന അത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം സത്യപ്രതിജ്ഞ ചെയ്ത് ഏതാണ്ട് മണിക്കൂറുകൾക്ക് ശേഷം അദ്ദേഹം വ്യക്തമാക്കുന്നത് തനിക്ക് സിനിമ ചെയ്തേ മതിയാകും, അതുകൊണ്ട് തന്നെ തന്നെ വൈകാതെ ഒഴിവാക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നാണ് സുരേഷ് ഗോപി വ്യക്തമാക്കിയത്. ഇപ്പോൾ കമ്മിറ്റ് ചെയ്ത ഏതാണ്ട് 4ഓളം ചിത്രങ്ങളുണ്ട്, അതെല്ലാം തന്നെ അത് പൂർത്തിയാക്കേണ്ടതുണ്ട്. സിനിമ തന്നെയാണ് തനിക്ക് ഏറ്റവും പ്രധാനം എന്ന ഒരു പ്രതികരണം തന്നെയാണ് അദ്ദേഹം നടത്തുന്നത്. സ്വാഭാവികമായിട്ടും അങ്ങനെ സുരേഷ് ഗോപി പറയുമ്പോൾ ഒരുപക്ഷെ ഈ എന്തായാലും തൃശ്ശൂരിലെ ജനങ്ങളെല്ലാം തന്നെ ഒരുപക്ഷെ നിരാശരാവേണ്ടി വരാൻ സാധ്യതയുണ്ട്. എന്തായാലും കേന്ദ്ര നേതൃത്വം എന്ത് തീരുമാനമെടുക്കും എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. നേരത്തെ തന്നെ കേന്ദ്ര നേതൃത്വം മുമ്പാകെ തന്നെ തനിക്ക് സിനിമകൾ ചെയ്യാനുണ്ട് എന്നുള്ളൊരു കാര്യം അറിയിച്ചിരുന്നു. പക്ഷേ പ്രധാനമന്ത്രിയുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് അദ്ദേഹം ഇന്നലെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുത്തതും ഈ മന്ത്രിസ്ഥാനം ഇപ്പോൾ മന്ത്രി പദവി ഏറ്റെടുക്കുന്ന തുടങ്ങിയ കാര്യങ്ങളിലേക്ക് സുരേഷ് ഗോപി കടന്നത്. പക്ഷേ അദ്ദേഹം വ്യക്തമാക്കിയ ഒരു കാര്യം, തനിക്ക് കമ്മിറ്റ് ചെയ്ത ചില സിനിമകളും അതോടൊപ്പം തന്നെ തന്റേതായ ചില കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതുകൊണ്ട് ഒരുപക്ഷെ താൻ ഈ മന്ത്രിസ്ഥാനം അത് കേന്ദ്ര നേതൃത്വം വൈകാതെ അതിൽ നിന്നൊരു തീരുമാനം സ്വീകരിക്കുമെന്ന് പ്രതീക്ഷിക്കുമെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. എന്തായാലും ഏത് നിലയിലാകും ഈ ഒരു കാര്യത്തിൽ കേന്ദ്ര നേതൃത്വം തീരുമാനമെടുക്കുക എന്നൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. കാരണം വലിയ പ്രതീക്ഷയോട് തന്നെ കേരളത്തിൽ ആദ്യമായി അക്കൗണ്ട് തുറന്നു ഒരു കേന്ദ്രമന്ത്രി വരുമ്പോൾ സത്യപ്രതിജ്ഞ ഏതാണ്ട് മണിക്കൂറുകളിൽ തന്നെ അദ്ദേഹം അങ്ങനെ ഒരു പ്രതികരണം നടത്തുമ്പോൾ ഒരുപക്ഷെ വലിയ നിരാശയെല്ലാം തന്നെ തൃശ്ശൂർക്കാർക്ക് ഉണ്ടാകും. പ്രത്യേകിച്ചും ഈ നിലയിൽ സുരേഷ് ഗോപി ഇനി കേന്ദ്ര നേതൃത്വത്തെ എങ്ങനെയാകും സമീപിക്കുക, മാത്രമല്ല ഇതിൽ എന്ത് നിലപാട് സ്വീകരിച്ചുകൊണ്ട് മന്ത്രിസ്ഥാനത്തിന് തുടരാൻ എന്ത് സമ്മർദ്ദം ചെലുത്തുമെന്നതും ചോദ്യമാണ്. വൈകാതെ ഒരുപക്ഷെ BJP കേന്ദ്രങ്ങൾ അത്തരം നീക്കങ്ങൾ നടത്തുമെന്ന് മനസ്സിലാക്കുന്നു. എന്തായാലും തനിക്ക് സിനിമ ചെയ്തേ മതിയാകൂ എന്ന് അദ്ദേഹം ആവർത്തിക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും എടുത്തു പറയേണ്ട ഒരു കാര്യം, ക്യാബിനറ്റ് പദവിയോ അല്ലെങ്കിൽ സ്വതന്ത്ര മന്ത്രിസ്ഥാനവും ലഭിച്ചില്ല. അതിനിടയിലാണ് അദ്ദേഹത്തെ ഇത്തരം ഒരു പ്രതികരണം കൂടി എന്നതും ശ്രദ്ധേയമാണ്. വൈകാതെ നമുക്കറിയാം എന്താണ് സുരേഷ് ഗോപിയുടെ അടുത്ത നീക്കം എന്നുള്ളത്. എന്തായാലും ഇന്ന് സുരേഷ് ഗോപി രാവിലെ ഡൽഹിയിലുണ്ട്, അതിനുശേഷം നാട്ടിലേക്ക് മടങ്ങുമെന്നാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. വൈകിട്ടത്തെ കേന്ദ്രമന്ത്രിസഭയിൽ ഒരുപക്ഷെ അദ്ദേഹം പങ്കെടുക്കാൻ ഇടയില്ല. എന്തായാലും ഉച്ചയോടുകൂടി തന്നെ സുരേഷ് ഗോപി എന്താണ് അടുത്ത നീക്കം എന്നത് നമുക്ക് വ്യക്തമാകും. SK. ഓക്കെ, താങ്ക് യു നിതിൻ അംബുജൻ.